അങ്ങനെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മമ്മൂക്ക തമിഴിൽ സജീവമാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ D55 എന്ന് പറയുന്ന ധനുഷിന്റെ ഏറ്റവും പുതിയ ചിത്രമായ D55 മമ്മൂക്ക അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 55 അഭിനയിക്കാൻ പോണതിൽ മമ്മൂക്കയുടെ ശമ്പളം, സാലറി, മമ്മൂക്കാക്ക് പ്രതിഫലം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ധനുഷ് പറയണത് എന്താ, 35 കോടി തരാം മമ്മൂക്ക താങ്കൾക്ക് പ്രതിഫലമായിട്ട്, താങ്കളുടെ സാലറി ആയിട്ട് അല്ലെങ്കിൽ ശമ്പളമായിട്ട് 35 കോടി തരാം എന്നാണ് ധനുഷ് പറയുന്നത്. ഇപ്പൊ മമ്മൂക്കാക്ക് പത്മഭൂഷണൊക്കെ കിട്ടിയ സമയമാണല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ടാവും ചിലപ്പോ മമ്മൂക്കാക്ക് ഇപ്പൊ ഈ 35 കോടി തരാ, 40 കോടി തരാന്നൊക്കെ പറയുന്നത്. അപ്പൊ മമ്മൂക്ക പറയണത് എന്താ, അത്രയൊന്നും വേണ്ട, 35 കോടിയും 40 കോടിയൊന്നും വേണ്ട, 24 കോടി മതി എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. സംഭവം പറഞ്ഞാൽ ആൾക്ക് ആ മനുഷ്യനിക്ക് എന്തില്ല, ആർത്തില്ല, പണത്തിനോട് ആ മനുഷ്യനിക്ക് ആർത്തില്ല. അത്ര ഒന്നും വേണ്ട എനിക്ക്, 40 കോടി, 50 കോടി, 35 കോടി ഒന്നും വേണ്ട, എനിക്ക് 24 കോടി മതി എന്നാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. കാരണം D55 എന്നാണ് ധനുഷിന്റെ പേരിടാത്ത ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പരിപാടിയാണ്. അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ പുറത്ത് വന്നിട്ടുള്ളത്, ശമ്പളത്തിന്റെ കാര്യമൊക്കെ വന്നിട്ടുള്ളത്. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കാശിനോട് ആർത്തില്ലാത്ത ഒരു മനുഷ്യനാണ്. കാശ് എന്ന് പറഞ്ഞാൽ അതിനോട് വലിയ താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്താ, പുതിയ പുതിയ സിനിമകൾ ചെയ്യണം, ഒരുപാട് വേഷങ്ങൾ ചെയ്യണം, പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യണം, പുതിയ പുതിയ സിനിമകൾ ചെയ്യണം, പുതിയ പുതിയ സിനിമകൾ ഇറക്കി ജനങ്ങളെ എന്ത് ചെയ്യണം, ജനങ്ങളെ അത്ഭുതപ്പെടുത്തണം. അതാണ് മമ്മൂക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് സിനിമകൾ ചെയ്യണം എന്നുള്ള ഒരു പ്രത്യേക തരം ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. നമുക്കറിയണ കാര്യം തന്നെയാണല്ലോ. അപ്പൊ ഇതിന്റെ ശമ്പളത്തിന്റെ കാര്യമാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്, വൈറലായിക്കൊണ്ടിരിക്കും. മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞു, മമ്മൂക്ക 35 കോടി വേണ്ട, 24 മതി എന്നൊക്കെ പറഞ്ഞ് നല്ല വാർത്തകൾ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പലതരത്തിൽ പല ലെവലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം സത്യമായ കാര്യമാണ്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനിക്ക് എന്തില്ല, പണത്തിനോട് ആർത്തില്ല. 100% ഉറപ്പുള്ള കാര്യമാണ്. മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനിക്ക് പണത്തിനോട് ആർത്തില്ല, കാശിനോട് ആർത്തില്ല. മറ്റേ സിനിമനോട് മാത്രമാണ്, പുതിയ പുതിയ സിനിമകൾ ചെയ്യാനും പുതിയ പുതിയ സിനിമകൾ ഇതാക്കാനും മാത്രമാണ് താല്പര്യമുള്ളൂ. അതുപോലെ തന്നെ ഈ D55 എന്ന ധനുഷിന്റെ ഈ പടത്തിന്റെ അപ്ഡേറ്റ് ആണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അതല്ലാണ്ട് തന്നെ മമ്മൂക്കാക്ക് ഒരുപാട് സിനിമയുടെ ഓഫറുകളും കാര്യങ്ങളും തമിഴ് സിനിമയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതൊന്നും സ്ഥിരീകരണമായിട്ട് ആവാത്തത് കൊണ്ട് മാത്രമാണ് എന്താക്കാത്തത്, നമ്മൾ അതിനെ പറ്റിയിട്ട് വലിയൊരു വീഡിയോ ചെയ്യാത്തത്. അതിന്റെ ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം മമ്മൂക്ക ഒരു വില്ലൻ വേഷത്തിൽ, തമിഴിലൊരു വില്ലനായിട്ട്, ഒരു കൊടൂര, ഒരു മാരക വില്ലനായിട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിനിമ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതിന്റെ ഇതില്ല, ഒരു ഉറപ്പ് വരാത്ത കാരണം കൊണ്ടാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാത്തത്. അത് വന്നു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു വെറൈറ്റി ആയിരിക്കും. അത് തമിഴിലൊരു വെറൈറ്റി ആയിരിക്കും. മമ്മൂക്ക വില്ലനായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതും പ്രമുഖ നടന്മാരാണ് നായകന്മാരായിട്ട് വരുന്നത്. തമിഴിലെ പ്രമുഖ നടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ. അപ്പൊ അവരെ വെച്ചിട്ട് മമ്മൂക്ക വില്ലനായിട്ട്, മെയിൻ വില്ലൻ റോളായിട്ടാണ് മമ്മൂക്ക വരാൻ വേണ്ടി പോകുന്നതാണ് പറയുന്നത്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി എന്താവും, മമ്മൂക്കയുടെ ലെവൽ ഒന്നും കൂടി മാറി മറിയും. മലയാളത്തിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പൊ കളങ്കാവില് വില്ലൻ റോളിൽ ഇപ്പൊ ലാസ്റ്റ് വന്നത് കളങ്കാവിലാണ് വില്ലൻ റോളിൽ വന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടതാണ്, ആ രൂപവും ഗെറ്റപ്പും ആ ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ തമിഴിൽ ഇനിയൊരു വെറൈറ്റി ഐറ്റംസ് ആയിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ, അത് തമിഴിലെ മെയിൻ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടല്ലോ, അവർക്കെതിരെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട മക്കളെ, എന്തായി മാറും, ചരിത്രം തിരുത്തി എഴുതൽ, ചരിത്രം മാറ്റി എഴുതുന്നൊക്കെ പറയില്ലേ, ഇങ്ങനത്തെ ലെവലായി മാറും. കാരണം മമ്മൂക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റിയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ വെറൈറ്റിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മമ്മൂക്കാക്ക് അറിയാം. അപ്പോൾ ആ ലെവലിൽ മമ്മൂക്ക എന്ത് ചെയ്യും, വെറൈറ്റികൾ ഇങ്ങനെ കൊടുക്കുകയാണ്. മമ്മൂക്കാക്ക് ആഗ്രഹിക്കാൻ താല്പര്യം വെറൈറ്റി കഥാപാത്രങ്ങളാണ് മമ്മൂക്കാക്ക് ആഗ്രഹിക്കാൻ, പുതുമയുള്ള കഥാപാത്രങ്ങൾ മറ്റേ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂക്കയുടെ ആഗ്രഹം. പുതുമയുള്ള കഥാപാത്രങ്ങൾ ആണ് മമ്മൂക്കാക്ക് കൂടുതൽ ആഗ്രഹമുള്ളത്. അത് അഭിനയിക്കാൻ കൂടുതൽ ആഗ്രഹമാണ് മമ്മൂക്കാക്ക്. അപ്പൊ പുതുമ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മമ്മൂക്ക പുതുമ നൽകും. മമ്മൂക്കയും പുതുമയാണ് ആഗ്രഹിക്കുന്നത്, ഓഡിയൻസും അതായത് ഫാൻസും ആയാലും പ്രേക്ഷകരായാലും ആരും ആഗ്രഹിക്കും പുതുമയുള്ളൂ. അപ്പൊ ആ ലെവലിൽ അങ്ങനത്തെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ വൻ ഹിറ്റായി മാറും. മമ്മൂക്കയുടെ ഒരു വെറൈറ്റി അഭിനയം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ D55 മറ്റേ സാലറിയുടെ കാര്യമാണ് ഇപ്പൊ നമ്മള് വീഡിയോയിൽ പറഞ്ഞത്. സംഭവം എന്തായി, അടിപൊളിയായി. അതായത് 35 കോടി വേണ്ട, അല്ലെങ്കിൽ 40 കോടി വേണ്ട, 24 കോടി മാത്രം മതി എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.